ഹായ് ബഡീസ്. ഇന്ന് നമ്മുടെ മേഘാലയ ഡേ 4 ആട്ടോ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ചിറാപുഞ്ചിയിലെ ഏറ്റവും മനോഹരമായ കുറച്ച് വാട്ടർഫാൾസ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാട്ടർഫാൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചുമ്മാ പൊക്കി പറയുകയല്ല, നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് പറയണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഡെയ്ത്ലീൻ ഫാൾസിലേക്കാണ് കേട്ടോ. സോ ഈ ഡെയ്ത്ലീൻ വാട്ടർഫാളിലേക്ക് ചിറാപുഞ്ചിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ആട്ടോ ഡിസ്റ്റൻസ് ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങി അവിടെ എത്തിയതും ഏകദേശം ചെറിയ മഴയും കോടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യും, കാരണം ഇവിടെ ഒരുപാട് ക്രൈറ്റേഴ്സ് ഉണ്ട്. ക്രൈറ്റേഴ്സ് എന്ന് വെച്ചാൽ ഗർത്തങ്ങൾ ഒരുപാടുണ്ട്. അതും ഫോം ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകിയാണ് വന്നിട്ട് വർഷങ്ങളോളം ഒഴുകി വരുന്ന ആ ഒരു ഇതിലാണ് അത് ഫോം ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു 100 വർഷമൊക്കെ കൊണ്ടാണ് ഈ ക്രൈറ്റർ അല്ലെങ്കിൽ ഗർത്തമൊക്കെ ഉണ്ടാകുന്നത്. മനോഹരമായ ഗർത്തമാട്ടോ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ മേഘാലയയിലെ എല്ലാ വാട്ടർഫാളിലും അവിടുത്തെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ. നമുക്ക് അതിനെ കൈ കൊണ്ട് കോരി കുടിക്കാൻ തോന്നും, അത്രയ്ക്ക് ക്ലിയറാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വിശാലമായി ഇങ്ങനെ കിടക്കും കേട്ടോ, ഒരുപാട് ഗർത്തങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് വാട്ടർഫാളിൽ. നടക്കാമെന്ന് പറഞ്ഞാൽ വലിയ ഹൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നിയർ ബൈ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നവംബറിനാണ് എത്തിയത്, അപ്പം വലിയ മഴയൊന്നുമില്ല. അപ്പോൾ വാട്ടർഫാളിൻ്റെ ഒരു ശക്തി അതിനനുസരിച്ചാണ് ഉള്ളൂ. ഈവൻ വലിയ വെള്ളമൊന്നും ഇല്ലെങ്കിൽ പോലും വാട്ടർഫാൾ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എത്തിപ്പെടാനും വലിയ പ്രയാസമൊന്നുമില്ല, കാരണം റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാരിക്കേഡൊന്നുമില്ല. അപ്പം റെസ്പോൺസിബിളായിട്ട് കണ്ട് തിരിച്ച് തരിക, അല്ലെങ്കിൽ പണിപാടും. അപ്പോൾ അതൊക്കെ കണ്ട് നേരെ ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് നേരെ പോവുക കേട്ടോ. നെക്സ്റ്റ് സ്ഥലമാണ് ഞാൻ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾ. അതിൻ്റെ പേര് വേറൊന്നുമല്ല, വേ സോങ് ഡോങ് വാട്ടർഫാൾ ആട്ടോ. അടിപൊളി വാട്ടർഫാൾ, നിങ്ങളത് കാണാം. അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഇതിൻ്റെ ഒരു എൻട്രൻസ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാട്ടോ, കാരണം ഒരു ചെറിയൊരു ബോർഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ നേരത്തെ കണ്ട ആ ഡെയ്ത്ലീൻ ഫാൾസിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ എത്തിപ്പെടാൻ. അതുപോലെ തന്നെ ഒരു ഹെവി ട്രക്കിങ്ങോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈസി ആയിട്ടുള്ള ഒരു ട്രക്കിങ്ങാണ്, അല്ലാതെ പാടുള്ളതൊന്നുമില്ല. ഒരുപാട് കയറ്റോ ഇറക്കമൊന്നുമില്ല, നമുക്ക് നൈസായിട്ട് കണ്ട് പോരാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാളോടെ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വേയ്സഡോങ് വാട്ടർഫാൾസ് ആട്ടോ. അപ്പം ഇതൊരു 3 ലെയർ വാട്ടർഫാളാണ്. കാണാൻ വളരെ മനോഹരം കേട്ടോ. നമ്മൾ നിങ്ങളെ ലയിച്ചു പോകും, കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാൾ ഉണ്ടോ എന്നല്ല നമ്മൾ ഇങ്ങനെ കുറച്ച് തിങ്ക് ചെയ്യും, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അപ്പം എന്തായാലും ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഇട്ട് വയ്ക്കാൻ പറ്റിയൊരു വാട്ടർഫാളാട്ടോ ഇത്. വേണമെങ്കിൽ നമുക്ക് ഈ വാട്ടർഫാളിൻ്റെ താഴെ വരെ പോയി ചെല്ലാട്ടോ. പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ ഇവിടെ എത്താനുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട്, ചെറിയൊരു ബ്രിഡ്ജ്, അത് പൊട്ടിക്കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. അങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ വാട്ടർഫാളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ നെക്സ്റ്റ് വാട്ടർഫാൾ കാണാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ പേര് ലിങ്ഷിയാർ ഫാൾസ് ആട്ടോ. അവിടേക്ക് ഉള്ള യാത്രയും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞങ്ങൾ പോകുന്ന ദിവസം ചിറാപുഞ്ചിയിലെ ഒരു രാജാവ് മരിച്ചുപോയി. ഇപ്പോൾ എല്ലാത്തിനും തന്നെ അവധി കൊടുത്തു. ഞങ്ങൾ അതിരാവിലെ പുറപ്പെട്ടതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കയറാൻ പറ്റി. ഇവിടെ എത്തിയപ്പം അവർ നോർമലായിട്ടുള്ള ടൂറിസ്റ്റിനെ അനുവദിക്കില്ല. അപ്പം ഞങ്ങളിങ്ങനെ ദൂരെ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞ് വില്ലേജിൽ കയറി ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഇവിടേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിരുന്നു കേട്ടോ, കാരണം ഞങ്ങളെ വില്ലേജിൻ്റെ അകത്ത് കയറി അവരുടെ അനുവാദം വാങ്ങി അവരൊരു റൂട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത് ഫാളിലേക്ക് എത്തും, കാരണം രണ്ടുപേർക്ക് ലാംഗ്വേജ് അറിയില്ല. ഞങ്ങൾ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ ചോദിച്ചു, അവർ റൂട്ട് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര നടന്നാണ് ഈ ഫാൾ എത്തുന്നത്. കാരണം പ്രോപ്പറായിട്ടൊരു വഴിയില്ല, കാണുന്നതിലൊരു ഊഹം വെച്ചങ്ങ് നടക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തുന്നത് തന്നെ. പിന്നെ ഈ ചെറിയ പാലൊക്കെ കടന്ന് അങ്ങനെ ഓരോന്ന് ആസ്വദിച്ച് തുടങ്ങിയത്. ഉള്ളിൽ ചെറിയ പേടിയുണ്ട്, കാരണം അടുത്തെങ്കിലും ഒരു മനുഷ്യരും ഇല്ല, നമ്മൾ ഈ 3 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും തന്നെ ടൂറിസ്റ്റോ 1-2 ആൾക്കാരെങ്കിലും കാണുമായിരുന്നു. പക്ഷേ ഈ ട്രക്കിങ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, കാരണം നമ്മൾ തന്നെയാണ് ഈ വഴിയെല്ലാം കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയാണ് നോക്കാൻ വെച്ച് യാത്ര ചെയ്യുന്നതും ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിറാപുഞ്ചിയിലെ എല്ലാ ഫാൾസും അടിപൊളിയായിട്ടോ, ഒട്ടും നമ്മളെ മടുപ്പിക്കില്ല.
അങ്ങോട്ട് പോകുന്ന വേയാണെങ്കിലും ട്രക്കിങ് ചെയ്യുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ പോലും അടിപൊളിയാട്ടോ. പിന്നെ ഞങ്ങൾ അന്ന് ലാസ്റ്റ് കണ്ടത് നമ്മുടെ 7 സിസ്റ്റർ ഫാൾസ് ആട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ പോലും നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇതിന് 7 സിസ്റ്റർ ഫാൾസ് എന്ന് പറയാൻ കാരണം നമുക്ക് ഒരൊറ്റ സ്പോട്ടിൽ നിന്ന് 7 വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ആ പേരങ്ങനെ ലഭിച്ചത്. ഈ ചേറാപ്പഞ്ചി തന്നെ നിങ്ങൾ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വാട്ടർഫാൾസ് കാണാൻ പറ്റും, കേവ്സ് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചേറാപ്പഞ്ചി ഒരു സ്റ്റേ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാറായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.